ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി ഹേസ്റ്റ് സീരീസിലെ ആദ്യ സീസണിലെ 5ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ റക്കേൽ പെർമിഷൻ കൊടുത്തതിനാൽ അട്ടൂറ ക്രിമിനൽ ആണെന്ന് തെറ്റിദ്ധരിച്ച് പോലീസ് അട്ടൂറയുടെ ഷോൾഡറിൽ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ അട്ടൂറയുടെ ജീവന് ആപത്തില്ലാത്തതിനാൽ അവർ അട്ടൂറയെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവർ അട്ടൂറയുടെ ഷോൾഡറിൽ നിന്നും വരുന്ന ബ്ലഡ് തടയുവാൻ ശ്രമിക്കുന്നു. അട്ടൂറ ഈ സമയം തന്റെ വൈഫിനോട് സംസാരിക്കണമെന്ന് ബെർലിനോട് കെഞ്ചി പറയുന്നു. ഈ സമയം പ്രൊഫസർ തങ്ങൾക്ക് ഹേസ്റ്റ് പ്ലാൻ ചെയ്ത സമയത്ത് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ കാണിക്കുന്നു. പ്രൊഫസർ ഒരു മനുഷ്യ ശരീരത്തിലെ ഘടന എങ്ങനെയാണെന്നും ആന്തരിക അവയവങ്ങളെ പറ്റിയും അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. ഹേസ്റ്റ് നടക്കുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും എന്തും സംഭവിക്കാം. ചിലപ്പോൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ശരീരത്തിൽ ബുള്ളറ്റ് കടന്നാൽ നമ്മൾ സ്വയം ചികിത്സിക്കേണ്ടതായി വരും. അതിനുവേണ്ടി ശരീരത്തിൽ നിന്നും ബുള്ളറ്റ് എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന മെഡിക്കൽ റിലേറ്റഡ് കാര്യങ്ങൾ പ്രൊഫസർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പ്രൊഫസർ വളരെ ബ്രില്യൻ്റ് ആയ ഒരു ലീഡറാണ്. അയാൾക്ക് കാര്യങ്ങൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്യുവാനുള്ള കഴിവുണ്ടായിരുന്നു. തന്റെ പക്കൽ എപ്പോഴും ഒരു പ്ലാൻ എ, അത് നടന്നില്ലെങ്കിൽ പ്ലാൻ ബി ഉറപ്പായും ഉണ്ടായിരിക്കും. അതിനുമപ്പുറം എപ്പോഴും ഒരു പ്ലാൻ സി അയാൾ മനസ്സിൽ കണ്ടിരിക്കും. ഏത് വിധേനയും തന്റെ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ അയാൾക്കറിയാം. ഇത്ര വലിയ ബുദ്ധിരാക്ഷസനായ പ്രൊഫസർ അടുത്തത് എന്ത് ചെയ്യാൻ പോകുന്നു എന്നതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഈ സമയം പോലീസ് ടെന്റിൽ നിന്നും റക്കേൽ പ്രൊഫസറിന്റെ ലാൻഡ് ലൈനിലേക്ക് വിളിക്കുന്നു. പ്രൊഫസർ റക്കേലിനോട് തങ്ങൾ ഒരു ഹോസ്റ്റേജിനെ ഷൂട്ട് ചെയ്തതിനെ പറ്റി ചോദിക്കുന്നു. അട്ടൂറയെ പുറത്തേക്ക് അയച്ചാൽ തങ്ങളുടെ മെഡിക്കൽ ടീം അയാൾക്ക് വേണ്ട ചികിത്സ കൊടുക്കാമെന്ന് റക്കേൽ പറയുന്നു. എന്നാൽ പ്രൊഫസർ അയാളെ പുറത്തേക്ക് വിടുവാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഹോസ്റ്റേജസിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് റക്കേൽ പ്രൊഫസറിനോട് പറയുന്നു. പ്രൊഫസർ തങ്ങളുടെ പരിധിയിൽ വരാത്തതിനാൽ റക്കേൽ തങ്ങളുടെ മെഡിക്കൽ ടീമിനെ മ്യൂസിയത്തിനുള്ളിലേക്ക് വിട്ട് അട്ടൂറയ്ക്ക് വേണ്ട ചികിത്സ നടത്താൻ കഴിയുമോ എന്ന് പ്രൊഫസറിനോട് ചോദിക്കുന്നു. പ്രൊഫസർ അതിന് സമ്മതിക്കുന്നു. ശേഷം കോൾ കട്ട് ചെയ്യുന്നു. റക്കേൽ താൻ കാരണമാണല്ലോ അട്ടൂറയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നോർത്ത് കുറ്റബോധപ്പെടുന്നു. അവൾ പുറത്തുള്ള ആംബുലൻസിലേക്ക് കയറി തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഏഞ്ചലും അവൾക്കൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഈ സമയം റക്കേൽ തന്റെ അമ്മയ്ക്ക് കോൾ ചെയ്യുന്നു. അവൾ തനിക്ക് കയ്യബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് വിഷമിക്കുന്നു. അമ്മ അവളെ സമാധാനിപ്പിക്കുന്നു. റക്കേൽ പതിയെ തന്റെ മനോധൈര്യം വീണ്ടെടുക്കുന്നു. ഈ സമയം ഏഞ്ചൽ താനും മെഡിക്കൽ ടീമിന്റെ ഒപ്പം മ്യൂസിയത്തിനുള്ളിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അയാൾ ഒരു ഫയർ ആം എക്സ്പേർട്ട് ആയതുകൊണ്ട് അവരുടെ കയ്യിൽ ഏതൊക്കെ ആയുധങ്ങൾ ഉണ്ടെന്നും അവരുപയോഗിക്കുന്ന തോക്കുകളുടെ മോഡൽസും മറ്റു വിവരങ്ങളും താൻ കണ്ടെത്താമെന്ന് പറയുന്നു. റക്കേൽ അതിന് സമ്മതിക്കുന്നു. ഡെൻവർ മോസ്കോയ്ക്ക് മോണിക്കയെ കാണിച്ചു കൊടുക്കുവാനായി ലോക്കർ റൂമിലേക്ക് എത്തുന്നു. മോണിക്കയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശരീരത്തിൽ നിന്നും ബുള്ളറ്റ് പുറത്തേക്ക് എടുക്കണമെന്ന് മോസ്കോ പറയുന്നു. അവർ ഉള്ളിലേക്ക് വരുമ്പോൾ ചില മെഡിക്കൽ എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നിരുന്നു. അതെടുത്തുകൊണ്ട് വരുവാൻ മോസ്കോ ഡെൻവറിനോട് ആവശ്യപ്പെടുന്നു. അതെല്ലാം ബെർലിന്റെ പക്കലാണെന്നും ഇപ്പോൾ പോയി ചോദിച്ചാൽ ഡൗട്ട് തോന്നുമെന്നും ഡെൻവർ മറുപടി പറയുന്നു. മോസ്കോ എന്തോ ആലോചിക്കുന്നു. അട്ടൂറെ ട്രീറ്റ് ചെയ്യുവാൻ ഒരു മെഡിക്കൽ ടീം മ്യൂസിയത്തിനുള്ളിലേക്ക് വരുന്നുണ്ട്. അവരുടെ പക്കൽ നിന്നും മോണിക്കയ്ക്ക് വേണ്ട എക്യുപ്മെന്റ്സും മരുന്നുകളും എടുക്കണമെന്ന് ഡെൻവറിനോട് മോസ്കോ ആവശ്യപ്പെടുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും അട്ടൂറയ്ക്ക് വെടിയേറ്റ വിവരം മോണിക്ക അറിയുന്നു. മോണിക്ക അട്ടൂറയ്ക്ക് കൊടുക്കുവാനായി ഒരു പേപ്പറിൽ എന്തോ എഴുതുന്നു. ശേഷം അത് ഡെൻവറിനെ ഏൽപ്പിക്കുന്നു. ഡെൻവർ അവിടെ നിന്നും തിരികെ ഹാളിലേക്ക് പോകുന്നു. ഈ സമയം ടെന്റിൽ ഡോക്ടേഴ്സിനൊപ്പം ഏഞ്ചലും പോകുന്നുണ്ട് എന്ന് റക്കേൽ പറയുന്നു. എന്നാൽ പിയാട്രോ അതിനെ എതിർക്കുന്നു. തങ്ങളെക്കാൾ അവർ 2 സ്റ്റെപ്പ് മുന്നിൽ ആലോചിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് റക്കേൽ പറയുന്നു. എല്ലാ കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നാൽ അവരുടെ പ്ലാനിൽ ഇല്ലാതെ നടന്ന ഒരേ ഒരു കാര്യം അട്ടൂറയ്ക്ക് വെടിയേറ്റതാണ്. അത് നമ്മൾ ഉപയോഗിക്കണമെന്ന് റക്കേൽ പിയാട്രയോട് പറയുന്നു. പിയാട്രെ ഒടുവിൽ അതിന് സമ്മതിക്കുന്നു. അതിനുവേണ്ടി അവർ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. റോയൽ മിന്റിന് താഴെയായി ഒരു ടണൽ ഉണ്ട്. അത് വെന്റിലേഷനിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. ആ ടണൽ വളരെ സമീപകാലത്ത് നിർമ്മിച്ചതാണ്. അതിനാൽ റോബറി ടീമിന് അതിനെപ്പറ്റി അറിയുവാനുള്ള സാധ്യത ഇല്ല. ഓപ്പറേഷൻ നടക്കുമ്പോൾ അവരെല്ലാവരും അട്ടൂറയ്ക്ക് സമീപമായിരിക്കും. ഓപ്പറേഷൻ നടക്കുന്ന സമയം ടണൽ വഴി 2 മിലിറ്ററി ഓഫീസേഴ്സിനെ മ്യൂസിയത്തിനുള്ളിലേക്ക് അവരെ പോലെ തന്നെ ഡ്രസ്സും മാസ്കും ധരിച്ച് അയക്കണം. അവരുടെ കൂട്ടത്തിലുള്ളവരെ പോലെ മിലിറ്ററി ഓഫീസേഴ്സ് പെരുമാറണം. ശേഷം കറക്റ്റായ സമയം വരുമ്പോൾ ഉള്ളിൽ നിന്നും അറ്റാക്ക് ചെയ്യാം. ഇതായിരുന്നു റക്കേലിന്റെ പ്ലാൻ. ഈ സമയം അട്ടൂറയുടെ വൈഫ് അട്ടൂറയോട് സംസാരിക്കുവാനായി അവിടേക്ക് എത്തുന്നു. അട്ടൂറ ഭാര്യയോട് എല്ലാം ഏറ്റു പറയുന്നു. തനിക്ക് മോണിക്കയുമായുള്ള ബന്ധത്തെപ്പറ്റി ഭാര്യയോട് പറയുന്നു. ശേഷം അതിന് മാപ്പ് ചോദിക്കുന്നു. എന്നാൽ ഭാര്യ അതോർത്ത് വിഷമിക്കാതെ അയാളോട് ആരോഗ്യം വീണ്ടെടുക്കുവാനായി പറയുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ അയാൾ തിരിച്ചെത്തുവാനായി പ്രാർത്ഥിക്കാമെന്ന് ഭാര്യ പറയുന്നു. ഈ സമയം അവിടേക്കെത്തിയ ഡെൻവർ മോണിക്ക കൊടുത്ത ലെറ്റർ അപ്പോൾ കൊടുക്കാൻ പറ്റിയ സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കി അത് പോക്കറ്റിലേക്ക് വെക്കുന്നു. ഇതേ സമയം പോലീസ് അട്ടൂർ സംസാരിക്കുന്ന ഫോൺ ഹാക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നു.
ഫോണിന്റെ ക്യാമറ വഴി ഡീറ്റെയിൽസ് എടുക്കുവാൻ അവർ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ റോബറി ടീം ഫോൺ ഓൺ ആക്കുന്നതിന് മുന്നേ തന്നെ ക്യാമറയിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു. അവർ മെയിൻ ഗേറ്റ് തുറക്കാനായി തയ്യാറാകുന്നു. ഏഞ്ചലും 2 ഡോക്ടേഴ്സും അവിടേക്ക് എത്തുന്നു. വന്നിരിക്കുന്നതിൽ പോലീസും ഉണ്ടെന്ന് പ്രൊഫസർ CCTV വഴി മനസ്സിലാക്കുന്നു. പ്രൊഫസർ ഏഞ്ചലിനെ റക്കേലിനൊപ്പം കണ്ടിട്ടുണ്ട്. വന്നിരിക്കുന്നതിൽ ഒരാൾ പോലീസ് ആണെന്ന് പ്രൊഫസർ തന്റെ ടീമിനെ അറിയിക്കുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന ടീം ഷോക്ക് ആകുന്നതിന് പകരം ചിരിക്കുന്നു. ഇതേ സമയം പ്രൊഫസർ തന്റെ പ്ലാൻസ് പറയുന്ന വിഷ്വൽ കാണിക്കുന്നു. പ്രൊഫസർ തന്റെ ടീമിന് ട്രോജൻ മരക്കുതിരയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നു. ഗ്രീക്കിനും ട്രോജൻസിനും ഇടയിൽ വലിയൊരു യുദ്ധം നടക്കുന്നു. ഗ്രീക്കിന് എത്ര ശ്രമിച്ചിട്ടും ട്രോജൻസിന്റെ കോട്ട തകർത്ത് ഉള്ളിൽ കടക്കുവാൻ കഴിയുന്നില്ല. കാരണം അത്രമാത്രം ശക്തമായ പ്രതിരോധമായിരുന്നു ട്രോജൻസിന്റേത്. ഈ സമയം ട്രോജൻസിന് സന്ധി സംഭാഷണം എന്ന നിലയിൽ ഒരു തടിയിൽ തീർത്ത കുതിരയുടെ പ്രതിമ ഗ്രീക്സ് അയക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആ കുതിരയുടെ പ്രതിമയിൽ ഗ്രീക്ക് പട്ടാളക്കാർ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കോട്ട കടന്നതും അവർ പുറത്തിറങ്ങി ട്രോജൻസിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേ തന്ത്രമാണ് തങ്ങളും പ്രയോഗിക്കാൻ പോകുന്നതെന്ന് പ്രൊഫസർ പറയുന്നു. ഏതെങ്കിലും ഒരു സമയം തങ്ങൾ അറിയാതെ പോലീസ് മ്യൂസിയത്തിലേക്ക് കടക്കാൻ ശ്രമിക്കും. അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പ്രൊഫസർ അവരോട് പറയുന്നു. ഉള്ളിലേക്കെത്തിയ ഏഞ്ചലിനെയും ഡോക്ടേഴ്സിനെയും അവർ കംപ്ലീറ്റ് ആയി ചെക്ക് ചെയ്യുന്നു. ശേഷം അവരുടെ തിങ്സ് ഊരി വാങ്ങുന്നു. ഈ ഗ്യാപ്പിൽ ഏഞ്ചലിന്റെ കണ്ണാടിയിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിലേക്ക് ഒരു മൈക്ക് അവർ ഫിക്സ് ചെയ്യുന്നു. പെട്ടെന്നാരും അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം മറയ്ക്കുന്നു. ഇത് ശ്രദ്ധിക്കാതെ ഏഞ്ചൽ ആ കണ്ണാടി എടുത്ത് ധരിക്കുന്നു. ഈ സമയം മുതൽക്കേ മൈക്ക് അവർക്ക് കണക്റ്റഡ് ആകുന്നു. തന്റെ പ്ലാൻ പോലെ എല്ലാം നടക്കുന്നു എന്നറിഞ്ഞ പ്രൊഫസറിന് സന്തോഷമാകുന്നു. ഏഞ്ചലും കൂടെ എത്തിയ ഡോക്ടേഴ്സും അട്ടൂറെ ഓപ്പറേറ്റ് ചെയ്യുവാനായി മെയിൻ ഹാളിലേക്ക് എത്തുന്നു. അവിടെ എല്ലാവരും ഒരേ കോസ്റ്റ്യൂമിൽ കയ്യിൽ ഗണ്ണുമായി നിൽക്കുന്നു. പ്രൊഫസർ എന്തിനായിരിക്കും ഏഞ്ചലിന്റെ കണ്ണാടിയിൽ മൈക്ക് ഫിക്സ് ചെയ്തത്? റോബറി ടീം അറിയാതെ താഴെ ടണലിലൂടെ വരുന്ന മിലിറ്ററി ഓഫീസേഴ്സിനെ അവർ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടുത്ത എപ്പിസോഡിൽ അറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.